ചൂടാൻ മോഹമോ കളി ചൊല്ലും കുഞ്ഞാറ്റേ കല്യാണ പെണ്ണാളിൻ കണ്ണെഴുതാൻ മഷിയും കൊണ്ടുവാ മിടുമിടുക്കി നല്ല മുല്ലപ്പൂച്ചൂടി വളക്കിലുക്കി അവൾ വെളിപ്പെണ്ണായി കുഴലൂതാനായി കാറ്റേ പോരുമോ മിന്ന മിന്നി കുഞ്ഞല്ലേ മഞ്ഞോളും മനസ്സല്ലേ താലിപ്പൂച്ചൂടാൻ മോഹമോ എന്റെ കുട്ടുവിനെ വേറെ ആരെയും കാണിക്കണ്ട. പണവുമായി ആശുപത്രിയിലെത്തുന്ന മനസ്സിനൊപ്പം കുട്ടിമണിയെ വിടില്ല എന്ന ഡോക്ടർ. ബഹളമുണ്ടാക്കിയ മനസ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. മതികല ആശുപത്രിയിലെത്തുന്നു. അരവിന്ദിനെ കുട്ടിമണിയുടെ ഭർത്താവാണെന്ന ഡോക്ടറെ തെറ്റിദ്ധരിപ്പിച്ച് മതികല കുട്ടിമണിയെ കൊണ്ടുപോകാനൊരുങ്ങുന്നു. സംശയം തോന്നിയ ഡോക്ടറെ മതികല ഭീഷണിപ്പെടുത്തുന്നു. വീട്ടിൽ തന്നെ വിടണ വേണ്ടെന്ന് ഡോക്ടർ തന്നെ തീരുമാനിക്കണം. കുട്ടിമണി മതികലയ്ക്കൊപ്പം പോകുന്നു. കൂടെ രാഹുലൻ. തുടർന്ന് കാണുക. ആ പൂക്കോടിയായിരിക്കും രവി വിളിക്കുന്നതല്ലേ? ചെവി പൊട്ടുന്ന ചീത്ത വിളിക്കാനായിരിക്കും. എന്തോ ഇവിടുത്തെ പ്രാരബ്ധം കേട്ടപ്പോ ഫോണും കൊണ്ട് ഇറങ്ങിയതല്ലേ. അപ്പച്ചപ്പം മയിലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എപ്പോ വിളിച്ചാലും സ്വിച്ച് ഓഫ്. അതോ അവളുടെ നമ്പർ മാറുക വല്ലതും ചെയ്തായിരുന്നോ? എനിക്ക് എങ്ങനെ അറിയാം? ഞാനൊരു കിളവനല്ലേ. മൊബൈൽ ഫോണും നമ്പറും ഒക്കെ നിങ്ങളെപ്പോലെയുള്ള പിള്ളേരുടെ കാര്യമല്ലേ. അല്ല മക്കളെ, നീ എന്തിനാ ഇപ്പൊ മയിലിനെ വിളിച്ചത്? ആ ദുഷ്ടം പൂക്കോടി നമ്മളെ ബാലന്റെ കട നശിപ്പിച്ച കാര്യമല്ലേ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞത്. അതും മയിലും തമ്മിൽ എന്താ ബന്ധം? അത് ബന്ധമൊന്നും ഉണ്ടായിട്ടല്ല അപ്പച്ചമ്മേ. ഈ സമയത്ത് അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിവിടെ ഒരു ഉപകാരമായേനെ. ആശുപത്രിയിൽ നിന്ന് ബാലേട്ടനെ കൊണ്ടുവന്ന് കഴിഞ്ഞാലും സഹായിക്കാനും ശുശ്രൂഷിക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതാ. അതിനൊക്കെ ഇവിടെ സീതയില്ലേ. പിന്നെന്തിനാ മറ്റൊരാള്? ഒരു ഘട്ടത്തിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ മയിൽ ഇവിടെ വന്നു. തിരിച്ചങ്ങ് പോയെന്ന് കരുതിയാൽ മതി. എന്നാലും വയ്യാത്ത ബാലേട്ടനെ കണ്ടിട്ടല്ലേ അവള് പോയത്. നമ്മളെ ഒന്ന് വിളിച്ചു പോലും അന്വേഷിക്കുന്നില്ലല്ലോ അവള്. നിന്നെ വിളിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ വേറെ ഏതെങ്കിലും വഴിയിലൂടെ അവൾ അറിയുന്നുണ്ടാവും. വേറെ ഏത് വഴി? അതൊന്നും നീ അറിയണ്ട. വെറുതെ അവളെ വിളിച്ച് സമയം കളയണ്ട. അവളെ നീ വിളിച്ചാൽ കിട്ടില്ല. അപ്പച്ചി എന്താ അങ്ങനെ പറയുന്നത്? മുമ്പ് ഞാനിത് പല തവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. മയിലിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ അപ്പച്ചിപ്പം മറക്കുന്നുണ്ട്. ഞാൻ എന്തോന്ന് മറക്കാൻ? സുഭദ്രേ, ഞാനൊന്ന് നടന്നിട്ട് വരട്ടെ. ഒന്ന് നിന്നേ. എങ്ങോട്ടാ നിങ്ങൾ പോണത്? ഇവിടെ കഷ്ടപ്പാടാണെന്ന് കേട്ടപ്പോ പിന്നെ മൂട്ടിലെ പൊടിയും തട്ടി ദേശാടനത്തിന് ഇറങ്ങിയാണോ? എന്താ സുഭദ്രേ നീ പറയുന്നത്? അങ്ങനെ കണ്ണി ചോരയില്ലാത്തവനാണോ ഞാൻ? അതെ, നിങ്ങൾക്ക് ഒട്ടും കണ്ണി ചോരയില്ല. ഇന്നേ വരെ നിങ്ങൾ എന്തെങ്കിലും മേലെ നീ പണി ചെയ്തിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങി എന്റെ കഷ്ടപ്പാടും. എന്നെ നിങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ഊര് ചുറ്റാൻ പോയില്ലേ? എന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പട്ടിണി കിടന്നില്ല. അല്ലായിരുന്നെങ്കിലോ? അപ്പച്ചിയമ്മ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ് അപ്പച്ചിയപ്പനെ വെറുതെ വിഷമിപ്പിക്കുന്നത്?
എന്റെ ദണ്ണം കൊണ്ട് അച്യുതനും ബാലനും ഒക്കെ രാപകലില്ലാതെ അധ്വാനിച്ചത് കൊണ്ടാ ഇത്രയും നാൾ ഈ വയലോരം വീട്ടിൽ വേറെ ആരും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാതിരുന്നത്. ഇനി എന്ത് ചെയ്യും? 2 ദിവസം കൂടെ കഴിഞ്ഞ അടുപ്പിൽ തീ പുകയോന്ന് തന്നെ സംശയമാണ്. അതിനിപ്പോ അപ്പച്ചപ്പനോട് പരിഭവം പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പിന്നെ ആരോട് പറയും? ഇനിയെങ്കിലും എന്റെ കാര്യം ഇങ്ങനെ നോക്കണ്ടേ? അതിനല്ലേ എന്റെ കഴുത്ത് താലി കെട്ടിയത്. കണ്ടോ, ഒന്നും മിണ്ടാതെ പോയത് കണ്ടോ? ഞാൻ പറഞ്ഞതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയും. എന്താ ഒന്നും മിണ്ടാതെ ഇഞ്ഞ് പോന്നേ? നീ പറഞ്ഞതിലും കാര്യമുണ്ട് സുഭദ്ര. ഈ സമയത്തെങ്കിലും ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. ഇനി ഈ കാഷായ വേഷം ധരിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പച്ചപ്പൻ എന്തുവായി കാണിക്കുന്നേ? ഈ വേഷവും ധരിച്ചുകൊണ്ട് നിന്നാ ആരും ജോലി തരത്തില്ല മോനെ. ഇനി ജോലിയാക്കാം. എന്റെ പ്രായത്തിലുള്ള പലരും പട്ടണത്തിൽ സെക്യൂരിറ്റിയായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ വല്ല ജോലിയും തരപ്പെട്ടാലോ? അപ്പച്ചപ്പനെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ഈ പ്രായത്തിൽ അപ്പച്ചപ്പൻ ജോലി ചെയ്ത് ഈ കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല. തടയേണ്ട മക്കളെ, പോയി 4 കാശ് സമ്പാദിച്ചോണ്ട് വരട്ടെ. അത് വേണ്ട. വയലോരം വീട്ടിലെ ബാലൻ മാത്രമേ വീണിട്ടുള്ളൂ. അച്യുതന് തണ്ടും തടിയുള്ള ഒരു മകൻ കൂടിയുണ്ട്, ഈ ഞാൻ. അപ്പച്ചമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കും ബാധവാ. ഞാനും ഇന്നുവരെ മെയ് അനങ്ങി ശീലിച്ചിട്ടില്ല. ബാലേട്ടൻ എന്നും കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാനും ഏട്ടന്റെ സംരക്ഷണത്തിൽ അലസനും ഉത്തരവാദിത്തമില്ലാത്തവനായി കഴിയുന്ന ഒരു കൊള്ളരുതാത്തവനാ. ഇനിയത് മാറണം. മാറിയേ പറ്റൂ. കഷ്ടപ്പെടുന്നതും ത്യാഗം ചെയ്യുന്നതുമൊക്കെ ഒരാൾ മാത്രം ആവരുത്. ഇനി ഞാൻ ജോലി ചെയ്ത് ഈ കുടുംബത്തെ പോറ്റും. ജോലി വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. നീ എന്തിനാ മക്കളെ വല്ലോരെ ആട്ടും തുപ്പും കേട്ട് പണിയെടുക്കുന്നത്? മതികലയുടെ അച്ഛൻ ഉണ്ടാക്കി വെച്ച പ്രമാണം നിന്റെ കൈയിരിപ്പില്ലേ? അതനുസരിച്ച് കുഞ്ഞുമണി വലുതാകുന്നതുവരെ കൈവശാവകാശം നിനക്കല്ലേ? ഏയ്, ഞാൻ തൽക്കാലം അതിലൊന്നും ചെയ്യുന്നില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എടാ, അതെടുത്ത് എന്തെങ്കിലും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കുഞ്ഞുമണിക്ക് ചെന്ന് ചേരേണ്ടതല്ലേ അത്. ബാലന്റെ മകളായാലും കുട്ടിമണിയുടെ മകളായാലും കുഞ്ഞുമണി ഈ വയലോരം വീട്ടിലെ കുഞ്ഞാ. അവളുടെ സ്വത്ത് ചെലവാക്കേണ്ടത് ഇവിടെ അല്ലാതെ വേറെ എവിടെയാണ്? ഏയ്, അത് ശരിയാവത്തില്ല അപ്പച്ചപ്പ. പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിന്റെ പുറത്താവും മതികലയുടെ അച്ഛൻ അങ്ങനെ ഒരു പ്രമാണം എഴുതി വെച്ചിട്ടുണ്ടാവുക. ആ തീരുമാനം എപ്പോൾ വേണമെങ്കിലും മാറാം. അങ്ങനെ മാറിയാൽ ഒരു നയാ പൈസ പോലും കുറയാതെ എല്ലാം എനിക്ക് തിരിച്ചേൽപ്പിക്കണം. ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് അണുകിട മാറുന്ന ആളല്ല മഹാദേവൻ തമ്പി. അതുകൊണ്ട് തന്നതൊന്നും തിരിച്ചു ചോദിക്കൊന്നും പേടിക്കണ്ട. എന്നെ നിർബന്ധിക്കണ്ട. ഈ കുടുംബം നോക്കാൻ ഞാൻ വേറെന്തെങ്കിലും വഴി നോക്കിക്കോളാം. പിന്നെ ഞാൻ ഇറങ്ങാം ഒരു ജോലിക്കാരത്തിന് വേണ്ടി. 1-2 പേരെ കണ്ടിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. ശരി മക്കളെ. നന്നാവാനുള്ള ലക്ഷണമൊക്കെ കാണുന്നുണ്ട് അല്ലേ സുഭദ്രി? പിന്നില്ലയോ? എന്റെ സൂത്രം ഫലിച്ചു എന്ന് തോന്നുന്നു. സൂത്രോ? പിന്നല്ലാതെ. നിങ്ങളോടാണെന്ന മട്ടിൽ ഞാൻ പറഞ്ഞതൊക്കെ അവന്റെ ഉള്ളി തട്ടാൻ വേണ്ടി തന്നെയാണ്. ആണോ? ആ, പിന്നല്ലാതെ. എഴുന്നേറ്റ് നിൽക്കാവതില്ലാത്ത നിങ്ങൾക്ക് ആര് ജോലി തരും? പട്ടണത്തിൽ സെക്യൂരിറ്റി ആവാൻ നടക്കുന്നു. കള്ളന്മാരൊന്നൊന്ന് ഊതിയ തെറിച്ചു പോവുമല്ലോ. അല്ല, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോ ജോലിക്കാര്യവും മറന്ന് പിന്നെ അവന്റെ മനസ്സ് മയിലിന്റെ പുറകെ പോകുന്ന സംശയം. അതൊന്നുമില്ല. അയ്യോ, മോൾ ഉണർന്നല്ലോ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇറങ്ങ വാ. ശ്രദ്ധിച്ചേ. വന്നോ. ദേ,
ഇത് കണ്ടോ? ഇതാ നിന്റെ വീട്. ആണാ? ഓർമ്മയില്ലേ? ഓർമ്മ? ഒന്ന് ഓർത്ത് നോക്ക്. അയ്യോ അറിഞ്ഞൂടാ. ഇപ്പൊ എനിക്ക് തീർച്ചയായി നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കള്ളതാണ്. കൊച്ചിയിലെ വീടെന്ന് പറഞ്ഞ നിങ്ങൾ ഈ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തത്. വരുന്ന വഴിക്ക് മുഴുവൻ ഞാൻ പറഞ്ഞു നമുക്ക് വഴിതെറ്റി. കൊച്ചി വടക്കും നമ്മൾ പോകുന്നത് തെക്കോട്ടുമാണെന്ന്. വീട് ഇതാണെന്ന് കൂടെ കണ്ടപ്പോ എന്റെ സംശയങ്ങളെല്ലാം മാറി. നിങ്ങളെ ഉടായ്പ കേസുകളാ. മോനെ രാഹുല, ഞാൻ ഉടായ്പ കേസ് തന്നെ. ഇവിടെ നിൽക്കാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നീ ഒന്ന് പൊയ്ക്കോ. ഇനി ഇവളെ ഡീൽ ചെയ്യാനേ എനിക്കറിയാം. ആ ഓ തന്നെ. പക്ഷെ ഞാൻ ആശുപത്രിയിൽ പോയി പറയും ഒക്കെ നിങ്ങളുടെ ഡ്രാമയായിരുന്നു. പറഞ്ഞു വരുന്നിടത്ത് വെച്ച് കാണുന്നതാ എന്റെ ശീലം. ഗുഡ് ബൈ രാഹുല, നിന്റെ റോള് തീർന്നു. ഗംഗേ അല്ല, ഞാനെന്തിനാ ഇനി ഗംഗയെന്ന് വിളിക്കുന്നേ? കുട്ടിമണി, ഞാൻ പോവുക. ഡോക്ടറെയും കാർത്തിക മാഡത്തിനെയൊക്കെ വിളിച്ചോണ്ട് ഞാൻ വരാം. അപ്പോ ബൈ. അയ്യോ 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 പോണ്ട പോണ്ട, രാഹുലും പോണ്ട, എനിക്ക് പേടിയാ. രാഹുലും പോയാ ഞാനും വരും. കുട്ടിമണി പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. വാക്ക്. ആ ഇല്ല, പറ്റത്തില്ല, എന്നെയും കൂടെ കൊണ്ടുവരണം. വാ നമുക്ക് പോവാം. വാ. എങ്കിലേ ഞങ്ങൾ ഒരുമിച്ച് പോവാ. എന്താ രാഹുല ഇത്? ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും പേടിച്ചു പോയോ? തമാശയോ? പിന്നല്ലാതെ. ഞാൻ വെറുതെ രാഹുലിനൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതല്ലേ. പക്ഷേ രാഹുലും മിടുക്കനാ, തീരെ പേടിച്ചില്ല. എന്റെ ഏട്ടനെ കൊച്ചിയിലാ ജോലി. ഇവര് സത്യത്തിൽ അവിടെ തന്നെയാ താമസിക്കുന്നത്. അതിന്റെ ഇടയിലാണല്ലോ ഇവള് മിസ്സായത്. ഏട്ടനും അമ്മയൊക്കെ പകല് ഞങ്ങളുടെ കമ്പനിയിൽ പോകും. ഇവള് വീട്ടില് തനിച്ചാവും. അപ്പോ പിന്നെയും ചാടിപ്പോയാലോ എന്ന് കരുതിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലാതെ രാഹുലും വിചാരിക്കുന്നത് പോലെ ഞങ്ങള് തട്ടിപ്പോയാരൊന്നുമല്ല. ദേ, ഇത് എന്റെ വീടാ. എങ്കിൽ പിന്നെ ഇതൊക്കെ ആദ്യമേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? എന്തിനാ എന്നെ വെറുതെ വരട്ടാൻ നോക്കിയത്? ഓ എന്റെ രാഹുല, താൻ എന്നെ ഉടായിപ്പ കേസെന്ന് വിളിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ആ ദേഷ്യത്തിലങ്ങ് പറഞ്ഞു പോയതാ. വിട്ടേക്കെന്നേ. വിട്ടേക്ക് രാഹുല, വിട്ടേക്കാം. ശരി, വിട്ടേക്ക്. എന്താ എല്ലാരും കൂടി അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വാ. വാ. ഞാനും ഉമ്മയും കയറുന്നില്ല, ഞങ്ങൾ നേരെ കൊച്ചിക്ക് പോകും. ഓ ശരി ഏട്ടാ, ഞാൻ വിളിക്കാമേ. വെക്കോ. വാ ഗംഗേ, വാ, നമുക്ക് അകത്തേക്ക് പോവാം. എടി, നിനക്കെന്നെ മനസ്സിലായോ? ഇല്ല, ആരാ? ഇവളോടൊന്ന് ചോദിക്കണ്ടമ്മേ. ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനിയെല്ലാം നമ്മൾ വേണം ഓർമ്മിപ്പിച്ചെടുക്കാൻ. ഓ, ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് കേട്ടെങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല മോളെ. അമ്മ മോള്. അപ്പൊ ആ അമ്മയോ? ആ, രാഹുല, അതെ, ഇതെന്റെ ഹസ്ബൻഡിന്റെ അമ്മയാ. ഹസ്ബൻഡിന്റെ അമ്മയോ? കുട്ടിമണിക്കെന്താ ഈ വീട്ടിൽ കാര്യം? അതും പുതിയ ഗെറ്റപ്പില്. നീ വീടൊക്കെ ഒന്ന് നോക്കൂ കുട്ടിമണി. കുട്ടിമണിയോ? ഇത് ഗംഗയാണെന്നല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞത്? അല്ല, അത് പിന്നെ രാഹുലിന് ഇവളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കുട്ടിമണി എന്നല്ലേ. ഇനി അത് മാറ്റണ്ടെന്ന് കരുതി. എല്ലാവരും ഇനി ഇവളെ കുട്ടിമണി എന്ന് വിളിക്കട്ടെ. അതല്ലേ നല്ലത്? കുട്ടിമണിയെ പണ്ടേ എല്ലാരും കുട്ടിമണിയും തന്നെയടി വിളിച്ചോണ്ടിരുന്നത്. പൊട്ടിമണിയെന്നും പട്ടിമണിയെന്നും ഒക്കെ വിളിച്ചോണ്ടിരുന്നത് നീ നിന്റെ തള്ളയുമായിട്ട് രാക്ഷസ. അമ്മേ, നമ്മുടെയൊക്കെ സ്നേഹം കൊണ്ട് വേണം ഇനി ഇവളെ മാറ്റിയെടുക്കാൻ. ആ, ഞാൻ ഇവൾക്ക് ശരിക്കും കൊടുക്കുന്നുണ്ട് സ്നേഹം. വേണം വേണം വേണം. അതെ, ആ ശീലാവതി എവിടെ? എന്തോ ഞാനിവിടെ ഉണ്ട്. ഓ ശീലാവതി, കുട്ടിമണിക്കുള്ള റൂം റെഡിയാണോ? മുകളിൽ തന്നെയല്ലേ? അതെ, മുറി ഒരുക്കിയിട്ടിരിക്കുവാ. ആ എങ്കിൽ ശരി, കൊണ്ട് കാണിച്ചു കൊടുക്ക്. ഞാൻ അങ്ങോട്ട് വന്നോളാം. രാഹുലിനും ചെല്ല്. ചെല്ലു കുട്ടിമണി, അങ്ങോട്ട് ചെല്ല്. എന്റെ കൂടെ വാ. വാ 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 കുട്ടിമണി. മോക്കെന്നെ മനസ്സിലായില്ലേ?
ശീലാവതി ശീലാവതി ഹീലാവതി പണ്ട് ഈ വീട്ടിൽ വന്നപ്പോ നമ്മള് ഭയങ്കര കൂട്ടല്ലായിരുന്നു. ആണോ? എന്നിട്ട് മനസ്സിലാവുന്നില്ലല്ലേ? പണ്ടേ ഒരു സോപ്പ് പൊട്ടി എടുത്ത് കുട്ടിമണിയുടെ കൈ കൊടുത്തിട്ട് അടപ്പ് എന്റെ കൈ സൂക്ഷിക്കേണ്ടതായിരുന്നു. തിരിച്ചറിയാൻ വേണ്ടി. അടപ്പ് കാണുമ്പോ കുട്ടിമണിക്ക് എന്നെ ഓർമ്മ വരുമല്ലോ, പഴയ ഈ ഹിന്ദി സിനിമയിലൊക്കെ കാണും പോലെ. പഴംപുരാണോ തമാശയൊക്കെ പിന്നെ പറയാം. ചെല്ല് ചെല്ല്. വാ മോളെ, നമുക്ക് അകത്തോട്ട് വാ. വാ മോളെ. അവൾക്കൊന്നും ഓർമ്മയില്ലേടി? പഴയതൊക്കെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ കടിച്ചു തിന്നാൻ വരില്ലായിരുന്നോ? ഓർമ്മയില്ലാത്തോണ്ടല്ലേ അമ്മേ അവളെ ഞാനിങ്ങി ദത്തെടുത്തത്. ഇപ്പൊ ഒരു വെറും കടലാസാ അവളുടെ മനസ്സ്. അതില് നമുക്ക് എന്തു വേണമെങ്കിലും എഴുതി നിറയ്ക്കാം. എഴുതി എഴുതിയ അക്ഷരങ്ങൾ പെരുകുമ്പോ ഒരു പുതിയ കുട്ടിമണി രൂപപ്പെടും. ആ കുട്ടിമണി ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്നത് മനസ്സിജനെയും വയലോരം വീടിനെ ആയിരിക്കും. ഒരു കഥാപാത്രത്തിന്റെ തലച്ചോറ് പറിച്ചെടുത്ത് മറ്റൊന്ന് ഫിറ്റ് ചെയ്യുന്ന തന്ത്രം. ആശുപത്രി വകകൾ തല്ലി തകർക്കുന്നതും കൃത്യനിർവഹണത്തിലുള്ള പോലീസുകാരെ തല്ലുന്നതും ജാമ്യമില്ലാത്ത കുറ്റങ്ങളാ. അതാ മനസ്സിജന്റെ മേൽ ചുമത്തിയിരിക്കുന്നത്. റിമാൻഡ് ഉറപ്പാ. റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മനസ്സിജന്റെ മുൻപിൽ അവന്റെ കുട്ടുവിനെ ഞാൻ നിർത്തും. ഈ മൊതികലയുടെ കാലാളായി. അമ്മ കണ്ടോ? അമ്മ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് ഞാൻ അങ്ങനെ കുട്ടിമണിയെ ട്രെയിൻ ചെയ്ത് മിടിക്കാക്കിക്കൊണ്ടിരിക്കുമ്പോഴാ രാവിലെ അനിത മാഡവും കുട്ടേട്ടനൊക്കെ വരുന്നത്. അനിത മാഡവും കുട്ടേട്ടനോ? അതാരാ? അനിത മാഡം ഈ വീട്ടില് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചേച്ചിയില്ലേ? ഓ, അനിത മാഡം. മനസ്സിലായി മനസ്സിലായി. മതി. മതിയോ? അപ്പൊ ഞാൻ ഇനി ബാക്കിയൊന്നും പറയണ്ടേ? അതൊന്നും അല്ലട ചേർക്ക. നീ പറഞ്ഞ അനിത മാഡത്തിനെ എല്ലാരും വിളിക്കുന്ന പേരാ മതിയില്ലേ? മതികല എന്നൊരു പേരും അനിതയ്ക്കുണ്ടല്ലോ. ഓ, അതൊന്നും എനിക്കറിയില്ലല്ലോ. നീ ബാക്കി പറ. കുട്ടേട്ടനാരാ? കുട്ടേട്ടനറിയില്ലേ? ഈ കുട്ടിമണിയുടെ ഭർത്താവ്. അയ്യോ സോറി, കുട്ടിമണി അല്ലല്ലോ, ഗംഗ. ഈ ഇരിക്കുന്ന ഗംഗ ഭർത്താവിനെ വിളിക്കുന്ന പേരാ കുട്ടേട്ടൻ. ഓ, ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പൂശി എനിക്ക് ഏതാണ്ട് പിടികിട്ടി. എടാ കൊച്ചനെ, ഇവള് ഗംഗയുമല്ല യമുനയും അല്ല, കുട്ടിമണി തന്നെയാ. ഓ, കഥ പറഞ്ഞു കഴിഞ്ഞോ? എനിക്കങ്ങ് ബോറടിക്കുന്നു. അല്ല, ബോറടിക്കുന്നു. അയ്യോ, കുട്ടിമണി മിടുക്കിയായല്ലോ. അക്ഷരം തന്നെ തിരുത്തി. അതൊക്കെ എന്റെ മിടുക്ക. ഞാനേ വലിയൊരു കക്ഷിയാ. മോനെ രാഹുല, നീ ആള് മണ്ടനാണെങ്കിലും ഒരു സാധുവാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാ മോനെ നീ ഈ വീട്ടിൽ വന്ന് നിന്റെ ജന്മം പാഴാക്കാൻ തീരുമാനിച്ചത്? ഞാനോ ഈ കുരുക്കിൽ പെട്ടുപോയി. താഴെ വെച്ച് കുണുങ്ങി കുണുങ്ങി നടക്കുന്ന ഒരു സാധനത്തെ കണ്ടില്ലേ? ജലജ. പൂതനയാ അത്, പൂതന. പിന്നെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനം അത് ശൂർപ്പണഖ. വേറെ ചില രാക്ഷസന്മാരെ നീ വഴിയെ കണ്ടോളൂ. ശീലാവതി, അയ്യോ അയ്യോ, കടക്ക് പുറത്ത്. നിന്നോടെ റൂം കാണിച്ചു കൊടുക്കാനേ പറഞ്ഞുള്ളൂ. വീട്ടിൽ വന്ന് കയറിയവരോട് കൊതിയും നുണയൊന്നും പറയാൻ പറഞ്ഞില്ല. പോ. വായെടുത്ത് അവര് വേണ്ടാത്ത വർത്തമാനമേ പറയും. അവര് പറഞ്ഞതൊന്നും വിശ്വസിക്കരുത്. ശരി. രാഹുല, എന്തിനാ അടിച്ചേ? ചേച്ചി, ഈ ചേച്ചിയെ കുറ്റം പറഞ്ഞത് കേട്ട് കാണും, അതാ തല്ലിയത്. അല്ല, കുറ്റം പറയുന്നതായിട്ട് അടിച്ചുവോ? അല്ല, അടിക്കുവോ? ആരായിരുന്നല്ലോ അടിക്കും. ആണോ? എന്നാലേ രാഹുൽ എന്നെ കുറ്റം പറ, ഞാൻ അടിച്ച. ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? കുട്ടിക്കാലത്ത് എന്റെ അമ്മ പോലെ എന്നെ തല്ലിയിട്ടില്ല. പിന്നെ അതെ കുട്ടിമണി, അടിയെന്ന് പറഞ്ഞാലേ എനിക്ക് പേടിയാ. അയ്യോ, ഞാൻ വെറുതെ വന്നാണേ, ഞാൻ അടിച്ചിട്ടൊന്നുമില്ലേ. എനിക്കറിയാം കുട്ടിമണിക്ക് ആരെ ഉപദ്രവിക്കാൻ കഴിയില്ല. അതാണ്.
ഇയാൾ ഇതെവിടെ പോയി കിടക്കുക? എപ്പോഴും ഔട്ട് ഓഫ് റേഞ്ച്. എന്താ ഒരു ടെൻഷൻ? ഇന്ന് നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമല്ലേ? മതികലയുടെ റീ എൻട്രി അത് കലക്കി. മാസല്ല, മരണമാസല്ല, കൊലമാസല്ല, അതുക്കും മേലെ. നിനക്കതൊക്കെ പറയാം. കാരണം ഇന്നത്തെ ദിവസം നിന്റേതാണല്ലോ. നീ പദ്ധതി ഇട്ടു, നീ തന്നെ കരുക്കൾ നീക്കി, നീ തന്നെ ജയിച്ചു. യെസ്, ഞാനാണ് വിജയ്. ഇന്ന് മാത്രമല്ല, ഇനി എന്നും. പിന്നെ എന്തിനാ ടെൻഷൻ? 3-4 ദിവസം കഴിയുമ്പോ അയാൾ തിരിച്ചു വരില്ലേ? നിന്റെ അച്ഛൻ, എന്റെ ഭർത്താവ്. അയാള് കുട്ടിമണിയെ കാണില്ലേ? കണ്ടാൽ ആകെ പ്രശ്നമാകും. പ്രശ്നമാവട്ടെ. വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയാ എങ്ങനെയാ ശരിയാവുന്നത്? ഇന്നത്തെ ദിവസം ഈ മതികലയുടേതാണെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? തൽക്കാലം ശത്രുക്കൾ ആരും സീനിലില്ല. വീട്ടിൽ തന്നെ ഉണ്ടാവട്ടെ ഒരാള്. അത് ജന്മം തന്ന ആള് തന്നെ ആവുമ്പോ നമ്മളും കുറച്ച് ജാഗ്രത കാണിക്കില്ലേ? ജാഗ്രത വേണം, അല്ലെങ്കിൽ എല്ലാം അയാൾ നശിപ്പിക്കും. ഇപ്പോ ഈ നിമിഷം മുതൽ ശത്രുക്കളുടെ സ്ഥാനത്ത് മനസ്സിനൊപ്പം ഞാൻ കാണുന്ന രൂപം അയാളുടേതാ. എനിക്ക് ജന്മം നൽകിയെന്ന് അമ്മ പറയുന്ന മാണിക്യമംഗലത്ത് മഹാദേവൻ തമ്പിയുടെ. അയാള് ചെയ്ത ദ്രോഹത്തിന്റെ തീവ്രത അമ്മയ്ക്ക് അറിയില്ല. ഞാനത് മനസ്സിലാക്കുമ്പോ പിടിവിട്ടു പോയ മനസ്സുമായി ഏതോ മെന്റൽ ഹോസ്പിറ്റലിലെ ഷോക്ക് റൂമിലായിരുന്നു അമ്മ. എന്താ മോളെ, എന്ത് ദ്രോഹം അയാൾ നിന്നോട് ചെയ്തത്? ദ്രോഹം ചെയ്തത് എന്നോട് മാത്രമല്ല, അഗ്നിസാക്ഷിയായി താലി കെട്ടിയ അമ്മയോടും. സ്വന്തം പേരിലുള്ളതൊക്കെ അയാള് മുഖത്തിരിക്കുന്ന ആ പൊട്ടുമണിയുടെ കൊച്ചിനെഴുതി വെച്ചു. അതിന് കാവലാളായി എന്റെ കാൽ കാശിന് കൊള്ളാത്ത ഭർത്താവിനെയും വെച്ചു. നേരാണോ? നേരാണോ ഇത്? നേര്. ഈ ലോകത്ത് ആരോട് കള്ളം പറഞ്ഞാലും ഈ മതികല ജന്മം തന്ന ഗർഭപാത്രത്തോട് കള്ളം പറയില്ല. എങ്കിൽ കൊല്ലും ഞാൻ അയാളെ. അയാളെ കൊന്നിട്ട് അമ്മ ജയിലിൽ പോയിട്ട് എന്ത് കാര്യമാ? ജയിലിലെ ജീവിതം അത്ര സുഖമുള്ളതല്ലെന്ന് അനുഭവിച്ചറിഞ്ഞവളാ ഞാൻ. കൊല്ലരുത്, ഇഞ്ചിഞ്ചായിട്ട് നീറ്റണം. ചിത്രവധമെന്ന് കേട്ടിട്ടില്ലേ? പുറത്ത് മാറ്റണം, ഓരോന്നോരോന്ന്. ആദ്യം കൈകൾ, പിന്നെ കാലുകൾ. കണ്ണുകൾ ചൂഴ്ന്നെടുക്കണം, ചെവി അറുക്കണം. ഇതൊക്കെ പതുക്കെ പതുക്കെ ആവണം. അവസാനത്തെ കുത്ത് അത് ചങ്കിന് നേരെ. അതിന് തൊട്ടു മുൻപേ പറയാവൂ ഇതൊക്കെ ചെയ്തത് ഞാനാണെന്ന്. അതിനു മുമ്പ് എനിക്ക് അയാളെ ഒന്ന് കാണണം. ബാംഗ്ലൂർ യാത്ര കഴിഞ്ഞെങ്കിലും വരുമല്ലോ. ആ വൃത്തികെട്ട മുഖത്ത് നോക്കി എനിക്ക് ചിലത് ചോദിക്കണം. ചോദിക്കണം, അമ്മ തന്നെ ചോദിക്കണം. ഞാനുണ്ടാവും കൂടെ. അത് കഴിഞ്ഞെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അയാൾ വരുമ്പോ ആ കുട്ടിമണിയെ കാണാതെ നോക്കിയാൽ മാത്രം മതി. അത് ഞാൻ ഏറ്റു. കുട്ടിമണിയെന്നല്ല, ഒരു പട്ടിമണിയെ അയാൾ കാണില്ല. നമ്മൾ ഈ മുറി കൊണ്ടാക്കിട്ട് എല്ലാവരും പോയി. ഇനിയിപ്പോ എന്തുവാ ചെയ്യുന്നേ? കഴിക്കാൻ വല്ലതും കിട്ടുമോ എന്തോ? ആ കിട്ടിയില്ലെങ്കിലോ ഞാൻ രാഹുലിനെ പിടിച്ചങ്ങ് തിന്നും. എന്നെയോ? എന്തിന്? ഞാനൊരു പാവല്ലേ കുട്ടിമണി. അയ്യോ, ഞാൻ വെറുതെ വന്നതാണേ. നമുക്കേ ഇവിടെ വന്ന ചേച്ചിയെ അടിച്ച ചേച്ചിയില്ലേ, ആ ചേച്ചി തിന്നാലോ? ഒരു ടേസ്റ്റും കാണത്തില്ല. ഈ മൂത്ത് ഇറച്ചി ചവച്ച് തിന്നാൻ വലിയ പാടാ. കറക്റ്റാന്നല്ല, കറക്റ്റാ. കറക്റ്റാ. കുട്ടിമണി മിടിക്കായി. കുട്ടിമണി, ദേ നോക്കിയേ ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന്.
ദേ നിനക്കുള്ള ഡ്രസ്സുകളാ, പുതിയതാ. എനിക്ക് ഡ്രസ് ഉണ്ടല്ലോ. മാറ്റിയിടാൻ വേണ്ടേ, അതിനു വേണ്ടി വാങ്ങിയതാ. എന്നാലേ ഈ രാഹുലിന് വേണ്ടേ മാറ്റിയിടണ്ടേ? കുട്ടിമണി ഇത്രയും നോർമലായി സംസാരിക്കുന്നത് മുമ്പ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആ മനസ്സിജൻ വിചാരിച്ചിട്ട് കൂടി നടക്കാത്തതാ. മനസ്സിജനോ? രാഹുലനുള്ള ഡ്രസ്സും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കുട്ടിമണിക്കുള്ള ഡ്രസ് പിടിച്ചു. രാഹുലിനും പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറുന്നേ, ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഫ്രഷ് ഒക്കെ ആകാം, പക്ഷേ ചെല്ലെന്നേ, നമുക്ക് പിന്നെ സംസാരിക്കാൻ സമയമുണ്ടല്ലോ. കുട്ടിമണി മാറിക്കോ. ഞാനേ പിന്നെ മാറ്റോളാം. എന്തിനാ പിന്നെ ആക്കുന്നത്? ഇപ്പൊ തന്നെ മാറിക്കൂടെ? ഇല്ല ഇല്ല ഇല്ല, പിന്നെ 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 നിങ്ങളെല്ലാം പോയിട്ട്. ഓ ശരി, നമുക്ക് പുറത്തിറങ്ങാം അമ്മേ. ഇനി കുട്ടിമണി മാറിക്കോ. മാറിക്കോളാം. നോക്കോ ഇപ്പൊ കണ്ടത് പഴയ കുട്ടിമണിയേ അല്ല. ഇവൾക്കൊന്നും ഓർമ്മയില്ല എന്നുള്ളത് ശരി തന്നെ, പക്ഷേ തലയ്ക്ക് വെളിവില്ലാത്ത പഴയ പൊട്ടിപ്പെണ്ണല്ല അവള്. നോർമലായ അവളുടെ സംസാരം തെറ്റുന്നത് അവൾ തിരുത്തുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ ചേഞ്ച്. പണ്ടായിരുന്നെങ്കിൽ ഡ്രസ്സ് മാറാൻ പറയുമ്പോ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അവള് തുണി ഉരിഞ്ഞേനെ, അല്ലെങ്കിൽ ആ വൃത്തികെട്ട നാണത്തോടെ കാൽനകം കൊണ്ട് തറയിൽ ചിത്രം വരച്ചേനെ. ഇപ്പൊ കണ്ടില്ലേ, ഒരു സാധാരണ പെണ്ണിനെ പോലെ അവള് പെരുമാറുന്നത്. ഞാൻ ശ്രദ്ധിച്ചു, എന്നാലും ചില പൊട്ടത്തരങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. അതെ, അവളുടെ ജീവിതത്തിൽ ദൈവം എന്ന് പറയുന്ന ആ കക്ഷി എന്തൊക്കെയോ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായി കുട്ടിമണി അല്പം മാറി. ബുദ്ധിയുടെ ഒരു ലെവല് പഴയതിൽ നിന്നും കുറച്ചുകൂടി മുമ്പോട്ട് പോയി. ഇല്ലത്തുനിന്നിറങ്ങി എന്നാ കൊല്ലത്തെത്തിയതുമില്ല എന്ന അവസ്ഥയിലാ അവളിപ്പോ. ഈ അവസ്ഥയിൽ പഴയതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധി കൂടി. എന്നാ ഓർമ്മകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കുട്ടിമണിയെ എന്റെ മുമ്പിലിട്ട് തന്നിരിക്കുക മുകളിലിരിക്കുന്ന തമ്പുരൻ. ഇത് മുതലെടുത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ചത്ത് നേരെ അങ്ങ് ചെല്ലുമ്പോ പുള്ളിക്കാരൻ എന്നോട് ചോദിക്കും, എന്തിനാടി നിന്നെയൊക്കെ ഞാൻ ജന്മം തന്നു വിട്ടെന്ന്. അതെ, ഈ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു തന്നെ എന്നെ കളിപ്പിക്കാന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഈ അമ്മച്ചിയുടെ വായിന്ന് നേരത്തെ വീണു മനസ്സിജൻ എന്ന പേര്. നേരത്തെ കുട്ടിമണി അന്വേഷിച്ച് ആശുപത്രിയിൽ വന്ന് ബേളം വെച്ച ആളുടെ പേരും മനസ്സിജൻ എന്നായിരുന്നു. ആ മനസ്സിജനും ഈ മനസ്സിജനും ഒരാൾ തന്നെ. നിങ്ങളെ കംപ്ലീറ്റ് തട്ടിപ്പാ. ഈ സെറ്റപ്പ് നമുക്ക് ശരിയാവില്ല. കുട്ടിമണിയെ വിളിച്ചോണ്ട് ഞാൻ പോവും. നീ പോവുമായിരിക്കും, പക്ഷേ കുട്ടിമണി ഇവിടെ തന്നെ നിൽക്കും. എന്നാലേ ഇല്ല, ഞാൻ ഇറങ്ങിയാൽ അപ്പ അവളും കൂടെ ഇറങ്ങും. കാണണോ അമ്മച്ചിക്ക്? ആരാണ് നിന്റെ അമ്മച്ചി? ഇനി അമ്മച്ചിന്ന് വിളിച്ചാലേ നിന്റെ നാവർത്ത് ഞാൻ താഴെ ഇടും. എന്തിനാ രണ്ടാളും കൂടെ ഇങ്ങനെ വഴക്കു കൂടുന്നത്? കൂൾ ഡൗൺ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അതെ രാഹുല, നിന്നെ കൊണ്ടേ കുട്ടിമണിയെ ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. അവളെല്ലാവരോടും ഒന്ന് ഇണങ്ങി ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ആവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അതുവരെയെങ്കിലും രാഹുലന്റെ സേവനം എനിക്ക് കൂടിയേ തീരൂ. നിക്കില്ലേ എന്റെ കൂടെ? നിന്നാ ഗുണം ഉണ്ടാവും. എന്തു ഗുണം? രാഹുലന്റെ സേവനം ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോ ഞാൻ രാഹുലന് ശമ്പളം തരണ്ടേ? തരും. എത്ര രൂപ തരും? രാഹുലൻ എത്ര വേണം? ഞാൻ മാസം ഒരു 50,000 രൂപ തന്നാ മതിയോ? 50,000 രൂപ? അതെ. ഉറപ്പായും തരൂ? തരും. പറ്റിക്കില്ലല്ലോ? ഇല്ല. എന്നാ പിന്നെ ഞാൻ പോകുന്നില്ല. ശരി. അയ്യോ.
എല്ലാ മാസവും 50,000 രൂപ. എനിക്കങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്റെ ഭാഗ്യമണിയായിട്ടാ കുട്ടിമണി വന്നത്. വാ അമ്മേ, ശരി. 50,000 രൂപ എന്ന് കേട്ടപ്പോ ഞാൻ കമഴ്ന്നടിച്ച് വീണു എന്നാവും വിചാരം. നോക്കിക്കോ, എല്ലാ നിഗൂഢതകളും ഞാൻ പുറത്തു കൊണ്ടുവരും. വെച്ചിട്ടുണ്ട് ഞാൻ അമ്മച്ചയ്ക്ക് നോക്കും. വനജേ, എടി വനജേ, ഇങ്ങോട്ടൊന്ന് വന്നേ. വല്യണ്ണം വന്നോ? എന്താ വല്യണ്ണ? എടി, സന്ധ്യ കഴിഞ്ഞ നേരത്തെ കഥവും തോന്നിട്ട് നീ അകത്ത് പോയിരുന്നത് എങ്ങനെയാ? കഴുത്തിലും കയ്യിലും ഉള്ളതൊക്കെ വലിച്ചൂരി കള്ളന്മാർ ആളുകളെ കൊന്നിട്ട് പോകുന്ന കാലമായത്. എന്നെ ആരെങ്കിലും വന്നൊന്ന് കൊന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആർക്കും വേണ്ടാതെ ഇവിടെ കിടക്കുമല്ലേ ഞാൻ. തന്നെ ചാവാൻ പേടിയായതുകൊണ്ടാ ഒന്നും ചെയ്യാത്ത. നീ എന്തു വർത്താനായി പറയുന്നത്? ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്ന ആർക്കു വേണ്ടിയാ? സ്വന്തം ഭാര്യയും മക്കളും പറയുന്നത് കേൾക്കാതെ നിന്നെ ഞാൻ സഹായിക്കുന്നില്ലേ? ഒരു നേരമെങ്കിൽ ഒരു നേരം ഓടി വന്ന് നിന്റെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നില്ലേ? വല്യണ്ണൻ എന്നോടുള്ള സ്നേഹത്തെ പറ്റി എനിക്കറിയാം. എന്നാലും എന്തൊരു ജീവിതം എന്റേത്. എന്റെ മോളെ, അവളുടെ കുഞ്ഞിനെയും കാണാതെ എന്റെ മനസ്സ് കിടന്ന് ഉരുകുക. ഉരുകുന്നെങ്കിൽ ഇറങ്ങി പെക്കോളാൻ പറഞ്ഞതല്ലേ ഞാൻ അങ്ങ് വയലോരം വീട്ടിലേക്ക്. നിന്റെ പുന്നാര മോളും അവളുടെ ബന്ധുക്കളും ചേർന്ന് നിന്നെ വിളക്ക് വെച്ച് സ്വീകരിക്കും. നിന്റെ ഈ കരച്ചിൽ കാണുമ്പോഴാണ് എനിക്ക് വിറഞ്ഞു കയറുന്നത്. എടി, സങ്കടവും പേടിയൊക്കെ എനിക്കും ഉണ്ട്. വല്യണ്ണൻ എന്തിനാ സങ്കടവും പേടി? എടി, നകുല എന്തു പറഞ്ഞിട്ടാ പോയത്? സീതയുടെ കുഞ്ഞിനെ കൊണ്ടുവരുമെന്നല്ലേ? അങ്ങനെ കൊണ്ടുവന്നാൽ കൂടെ പുറത്തോളാന്ന് അവളും സമ്മതിച്ചല്ലേ? എന്നിട്ടിപ്പോ എന്തായി? നകുല കുഞ്ഞിനെയും കൊണ്ടുവരുന്നത് കാക്കാതെ നിന്റെ മോള് കരഞ്ഞു പിടിച്ച് അങ്ങോട്ട് പോയിരിക്കുകയല്ലേ? അവള് പറഞ്ഞ വാക്കും തെറ്റിച്ചില്ലേ? അതിൽ തെറ്റൊന്നും ഇല്ല വല്യണ്ണ. ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞു തന്നെയാ ലോകത്തിലെ ഏറ്റവും വലുത്. ബാലൻ ഒരു ബുദ്ധിമോശം കാണിച്ച് കുഞ്ഞിനെ എടുത്തു കുട്ടിമണിക്ക് കൊടുത്തു. കൊണ്ടുപോയത് തെറ്റായെന്ന് മനസ്സിലാക്കിയ മനസ്സ് ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് തിരികെ ഏൽപ്പിച്ചപ്പോ സീത വയലോരം വീട്ടിലേക്ക് പോയി. ആ വിവരം വല്യണ്ണൻ നകുലിനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയാ മതി. അവനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാന്ന് വെച്ച് ഫോൺ ചെയ്തതാ. പക്ഷെ കിട്ടണ്ടേ? ആദ്യമൊക്കെ തമിഴിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ടു, പിന്നെ തെലുങ്കാ കേൾക്കുന്നത്. അവൻ ചിലപ്പോ ലോറിയും കൊണ്ട് വല്ലയിടത്ത് ഓട്ടം പോയതായിരിക്കും. അതാണോ അവൻ കുഞ്ഞിനെ അന്വേഷിച്ച് വേറെ എവിടെയെങ്കിലും പോയതാണെന്ന് ആർക്കറിയാം? ആ, എങ്കിൽ തീർന്നു. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തിരിച്ചെത്തുമ്പം സീത എവിടെ പോയിന്ന് അവൻ എന്നോട് ചോദിക്കും. വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞ് നടക്കുന്ന അച്ഛന് അവളെ തടയാൻ പറ്റിയില്ലേ എന്ന് അവൻ എന്റെ കഴുത്ത് കണ്ടിക്കും. വനിതേ, ഇങ്ങനെയൊന്നും പറയാതെ വല്യണ്ണ. അതൊക്കെ ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അതിനവൻ ആദ്യം വരുന്നത് എന്റെ അടുത്തേക്കല്ലേ? എന്റെ പോകണ്ടിട്ട് പിന്നെ നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം? പെങ്ങൾക്കും അവളുടെ മോൾക്കും വേണ്ടി ജീവിച്ചിട്ട് സ്വന്തം മോന്റെ പിച്ചാത്തിപ്പിടിയിൽ ഒതുങ്ങാനായിരിക്കും എന്റെ വിധി. നിന്റെ മോളാ എല്ലാത്തിനും കാരണക്കാരി, അത് മറക്കണ്ട. എന്തൊരുറക്കം. എൻ്റെ കിടപ്പിൻ്റെ കാര്യം മാത്രം അവരൊന്നും പറയുന്നില്ലല്ലോ. നല്ല ക്ഷീണമുണ്ട്. ആ, തൽക്കാലം ഇവിടെ കൂടാം. ആഹാ, കുട്ടിമണി ഉറങ്ങിയായിരുന്നോ? ആ, യാത്രാക്ഷീണം കൊണ്ടാവും പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഞാനും കിടക്കാൻ പോവാ. താനും ഈ മുറി തന്നെ കിടക്കാനാണോ ഉദ്ദേശം? എന്ന് വിചാരിച്ച ബെഡ്ഷീറ്റ് വിരിച്ചത്. ആ, അതൊന്നും ഇവിടെ പറ്റില്ല. എത്ര നല്ല കൂട്ടുകാരാണെന്ന് പറഞ്ഞാലും ആണും പെണ്ണും കൂടെ ഒരു മുറി കിടക്കുന്നത് അത്ര ശരിയൊന്നുമല്ല. അത് കുട്ടിയുടെ മനസ്സുകൊണ്ടൊരു കൊച്ചുകുട്ടിയല്ലേ മാഡം? എന്നുവെച്ച് ശാരീരികമായി പൂർണ്ണ വളർച്ച എത്തിയ ഒരു സ്ത്രീയാ അവള്. എന്റെ നാത്തൂന്റെ മുറിയില് അന്യ പുരുഷൻ രാത്രി കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. 3 വയസ്സുവരെയുള്ളവരെ പീഡിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയേക്കുന്ന ചില പുരുഷന്മാരുണ്ട് നമ്മുടെ നാട്ടില്. ശരിയാ മാഡം പറഞ്ഞത്, അത്തരക്കാരുണ്ട്. പക്ഷേ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ നടക്കുന്ന വേറെയും പെണ്ണുങ്ങളില്ലേ? പൂതനമാരും ചൂർപ്പണകമാരും എന്നൊക്കെ അവരുടെ പേര്.
ശരി ശരി, എന്തായാലും താൻ താഴേക്ക് വാ. തനിക്ക് കിടക്കാനുള്ള സൗകര്യം ഞാൻ കാണിച്ചു തരാം. താഴേക്കോ? അതൊന്നും ശരിയാവില്ല. കുട്ടിമണിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? ഈ രാത്രിയിൽ അവക്ക് എന്ത് ആവശ്യം വരാനാ? താൻ വന്നേ. വരില്ല. എനിക്കേ നിങ്ങൾ ആരെയും വിശ്വാസമില്ല. കുട്ടിമണിയുടെ അടുത്ത് തന്നെ ഞാനുണ്ടാവും. ഈ മുറിയിൽ കിടക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ തന്നോടല്ലേ പറഞ്ഞത്? മുറിയിൽ കിടക്കുന്നില്ല, മുറിക്ക് പുറത്ത് കിടക്കാലോ. ഞാനേ പുറത്ത് കിടന്നോളാം. എന്നാ പോയി കിടക്ക്. ദൈവമേ, എൻ്റെ ജീവിതം ഇനി അങ്ങോട്ടേക്കാണോ എന്താ പോകുന്നത്? നല്ലത് വരുത്തണേ. അയ്യോ, കുട്ടിമണി, 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 എന്താ കുട്ടിമണി? കുട്ടിമണി, 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 എന്താ? എന്തിനാ വിളിക്കുന്നേ? എന്താ എന്ത് പറ്റി? എന്താ ഒരു കൂട്ട നിലവിളി? എന്തിനാ പേടിക്കുന്ന കുട്ടിമണി? ഇവരൊന്നും ചെയ്യില്ല. എന്തോ സ്വപ്നം കണ്ടതിന്റെ. കുട്ടിമണി കിടന്നു. ഞാൻ പൂതനയാണെന്നും നീ ശൂർപ്പണകയാണെന്നും ഒക്കെ ആ ശീലാവതി ഇവളോട് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടതാ. അതായിരിക്കും ദുസ്വപ്നം കണ്ടത്. പേടിക്കണ്ട കുട്ടിമണി, ഞാനില്ലേ. അമ്മേ, അമ്മ പൂതനയാണെന്ന് ശീലാവതി പറഞ്ഞതുകൊണ്ടൊന്നുമല്ല കുട്ടിമണി ദുസ്വപ്നം കണ്ടത്. പിന്നെ അവളുടെ മനസ്സിന്റെ ഏതോ ഒരു കോണില് പഴയ ഓർമ്മകൾ ഉറങ്ങുന്നുണ്ട്. ആ ഓർമ്മകളിൽ നിന്ന് ചില ഭാഗങ്ങൾ ഒരു സ്വപ്നത്തിലൂടെ തലച്ചോറിലേക്ക് ടെലികാസ്റ്റ് ചെയ്തതാവാം. നീ എന്തൊക്കെയായി പറയുന്നത്? അമ്മ അവളെ പണ്ട് ഒരുപാട് ദ്രോഹിച്ചിട്ടില്ലേ? അവള് സ്വപ്നം കണ്ടത് അതാവൂന്ന്. അങ്ങനെയാണെങ്കി നീ അവളെ കൊല്ലാൻ വരെ ശ്രമിച്ചതല്ലേ? അതിനെക്കുറിച്ച് സ്വപ്നം കാണാലോ. കണ്ടാ അവള് നിന്നെയും പേടിക്കില്ലേ? പേടിക്കാം, അതൊരു ഡേഞ്ചർ സോണാ. അവിടേക്ക് കുട്ടിമണി കടക്കരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? കുത്തിവെച്ച് മയക്കണം. 24 മണിക്കൂറും ഉറങ്ങിക്കിടക്കട്ടെ അവള്. ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞിട്ട് എഴുന്നേക്കുമ്പോഴേ സാധാരണക്കാര് വരെ അബ്നോർമലായി പോകും. അപ്പൊ പിന്നെ ഈ പൊട്ടിയുടെ കാര്യം പറയണം. കൂടുതൽ പൊട്ടിയായിട്ടുള്ളൊരു കുട്ടിമണിയല്ല എനിക്ക് വേണ്ടത്. മനസ്സിജന്റെ മുൻപിൽ ഞാൻ നിർത്തുന്ന കുട്ടിമണിക്ക് ബുദ്ധി എത്ര കൂടിയാലും കുഴപ്പമില്ല. ആ കൂടുന്ന ലെവല് കണ്ടു തന്നെ അവൻ തകർന്നു പോണം. അല്ല, തകർക്കും ഞാൻ. എന്റെ കുട്ടിമണി, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നുണ്ട്. യാത്രയിലെ ക്ഷീണവും ആശുപത്രിയിലെ കഷ്ടപ്പാടും ഒക്കെ കാരണം എന്റെ തല പെരുക്കുക. ഇവിടെ കിടന്നാലേ ഞാൻ നിന്നെ പിടിച്ച് തിന്നൂന്നാ ആ കുട്ടി രാക്ഷസി പറയുന്നത്. അതുകൊണ്ട് അത് വേണ്ട. ഞാനിപ്പോ കിടന്നിടത്ത് തന്നെ ഉണ്ടാവും. കുട്ടിമണി പേടിക്കണ്ട. ഇല്ല ഇല്ല, ആ രാക്ഷസി വരും, രാക്ഷസി വരും രാഹുല. എനിക്ക് പേടിയാ. ഇത്ര പേടിക്കാൻ ആ രാക്ഷസി നിന്നെ എന്ത് ചെയ്യുന്നതായ നീ സ്വപ്നം കണ്ടേ? സ്വപ്നം ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല രാഹുല. എന്നാലും ഒന്ന് ഓർത്തു നോക്ക്. കുട്ടിമണി മിടിക്കുകയാണെന്ന് ഞാനും നോക്കട്ടെ. അവനെന്നെ എന്നെ ഇരുട്ടുള്ള ഒരു മുറിയില് ഇരുട്ടുള്ള മുറിയില് ഇങ്ങോട്ട്
ഇതാണ് നിന്റെ മുറി. അയ്യോ ഈ മുറിയോ? ഇതെനിക്ക് പേടിയോ. പോ പോ അങ്ങോട്ട്. അയ്യോ പോല കൊച്ചച്ഛൻ്റെ അമ്മ, കൊച്ചച്ഛൻ്റെ അമ്മ. ചെലന്തി അത്രയ്ക്ക് പേടിയാണോ കുട്ടിമണിക്ക്? പേടിയോ? എന്തിനാ കുട്ടിമണി പേടിക്കുന്നേ? നമ്മൾ അതിനെ കാണുമ്പോ ചെരുപ്പെടുത്ത് ഒരു അടി കൊടുത്ത് അത് ചത്തുപോവില്ലേ? കൊല്ലണം ആരാ വേണ്ടത്? നാളെ തന്നെ ഒരു ചെലന്തിയെ കണ്ടുപിടിച്ച് ഞാൻ അതിനെ കുട്ടിമണിയുടെ മുമ്പിലിട്ട് കൊല്ലും. നോക്കിക്കും. ചെലന്തി മാത്രല്ല, ആ രാക്ഷസിയെ കൊല്ലണം. ആ രാക്ഷസിയെ ചീത്തയാ, തന്നെയാ. കൊള്ളാമല്ലോ, കുട്ടിമണി കട്ട കളിപ്പിലാണല്ലേ. ശരി, അവരെ നമുക്ക് ശരിപ്പെടുത്താം. ഞാനേ അവരമ്മച്ചീന്ന് വിളിച്ചത് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഞാൻ അവരമ്മച്ചീന്നേ വിളിക്കും. സ്വപ്നത്തി അവര് ഇവിടെ ഇരുന്ന ഒരു കുന്തം ഞാൻ തരാൻ പോണില്ല. എന്റെ കൂടെ വന്ന ചോറും കറിയും ഒക്കെ ഞാൻ തരാം. ചോരും രാക്ഷസി കുട്ടിമണിയുടെ സ്വപ്നത്തിൽ കയറി ഒന്ന് നീ ഇത്രയും പണി ഒപ്പിച്ചോ? അവരെന്നെ ഇറക്കി വിട്ടു. അവിടെ കിടക്കടി. പിന്നെ ഉത്തരവിച്ചു. തലമുടിക്ക് കുത്തി വെച്ചിട്ട് തല പിറ്റിയില്ല. അയ്യോ മതി, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. ഇനിയിപ്പോ ഉറക്കത്തില് ഞാൻ ഇതേ സ്വപ്നം കാണുന്നു എനിക്ക് തോന്നുന്നേ. കണ്ടാ രാഹുലിനെ ഇടിച്ചിടിച്ച് കൊല്ലണം. എന്തോ സംശയം? എന്റെ സ്വപ്നത്തിൽ അങ്ങനെ അവര് കേറി വന്ന അമ്മച്ചിയോളം ഞാൻ അമ്മച്ചിയെ തട്ടും. നമ്മളോടാ കളി. എന്നാലേ കുട്ടിമണി കിടന്നോ, നേരെ ഒരുപാട് വൈകി. രാവിലെ പോണ്ട. ഇല്ല, ഞാൻ ഇവിടെ എങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കോളാം. ഉറപ്പ്. കിടന്നോ. ശരി. അതെ, ആ പറഞ്ഞത് ശരിയാ. ഇത് കുറച്ച് കാശാ. 10ന്റെ 20ന്റെ 50ന്റെ 100ന്റെ ഒക്കെ ആയിട്ട് 60,000 രൂപ ഉണ്ട്. ഇവിടെ ഇപ്പൊ ചില്ലറയുടെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ചില്ലറയുടെ ആവശ്യമില്ലാന്ന് എനിക്കും അറിയാം. നിങ്ങൾക്ക് വേണ്ടത് ലക്ഷങ്ങളാണല്ലോ. എന്തായാലും ഈ കാശ് കുട്ടിമണി പെങ്ങളുടെ അക്കൗണ്ടിൽ വരവ് വെക്കി. കുട്ടിമണി പെങ്ങളോ? അതാരാ? ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത ആ പേഷ്യന്റെ കാര്യമാണ് പറയുന്നത്. ഓ, ആ പേഷ്യന്റിന് ഇപ്പൊ എത്ര അവകാശികളാ? എത്ര പേരാ ക്യാഷുമായി ഇതിനകം വന്നത്? നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. മനസ്സ് ജമ്പായി അല്ലാതെ ആരാ പണം കൊണ്ടുവന്നത്? ഓ, താനും മനസ്സിന്റെ ആളാണല്ലേ. വേഗം സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ പോലീസിനെ വിളിക്കും. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ തുറന്ന് പറ. മനസ്സജന്റെ ആരാ നിങ്ങള്? ബായി എന്റെ കൂട്ടുകാരനാ. വരൂ. മനസ്സജന്റെ ഒപ്പമുള്ള ആരെങ്കിലും കാണണോന്ന് കരുതിയിരിക്കുമായിരുന്നു ഞാൻ. ഇന്നലെ ഇവിടെ ചില പ്രശ്നങ്ങൾ നടന്നു. നിങ്ങൾ കാര്യം പറ, എന്താ നടന്നത്? ഇവിടെ വന്ന് ബഹളം വെച്ചതിന് പോലീസുകാര് മനസ്സജനെ അറസ്റ്റ് ചെയ്തു. ഹോസ്പിറ്റലിലെ പ്രോപ്പർട്ടീസ് നശിപ്പിച്ചാല് അറിയാലോ, ജാമ്യം പോലും കിട്ടാത്ത കുറ്റാ. പോരാത്തതിന് പോലീസുകാരെ തല്ലിയ കുറ്റം കൂടെ ചുമത്തുമെന്ന് എസ്ഐ പറഞ്ഞിട്ടുണ്ട്. പോലീസിനെ തല്ലുന്നോ? അതെ, മനസ്സജനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ കുറെ പേര് ഇവിടെ വന്ന് കുട്ടിമണിയെ കൊണ്ടുപോവുകയും ചെയ്തു. കുട്ടിമണി പെങ്ങളെ കൊണ്ടുപോയിന്നോ? എങ്ങോട്ട്? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ വന്നത് ഫ്രോഡുകളാ. ഒരു കാര്യം കൂടി എനിക്ക് ഉറപ്പാ, ചതി അവരുടെ ലക്ഷ്യം. ലോക്കൽ പോലീസ് സ്റ്റേഷനിലുണ്ടാവും മനസ്സജൻ. വേഗം ചെല്ലേ. ശരി പെങ്ങളെ. ശരി സാർ. ഓക്കെ സാർ. അകത്ത് കിടക്കുന്നുണ്ടല്ലോ മനസ്സജൻ, വലിയ പുള്ളിയാ. അവനെ തൂക്കിയെടുത്ത് ശരിക്കും കൊടുത്ത് അകത്തിടാൻ പറഞ്ഞു. തമിഴ്നാട് കേഡറിലെ SP. ഇപ്പൊ വിളിച്ചതേ കേരള കേഡർ SP. വിവരങ്ങൾ അന്വേഷിക്കാൻ. എന്നിട്ടൊരു ഉപദേശം,
നിയമപരമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന്. പോലീസുകാരനെ തല്ലിയേണ്ട സഹായങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് സാർ. സാറേ, ഞാൻ മനസ്സിജം ഭായിനൊന്ന് കാണാൻ വന്നത്. മനസ്സിജം ഭായിയോ? അവനെന്താ ഗുണ്ടയാണോ അതോ അന്യസംസ്ഥാന തൊഴിലാളിയോ? സാധാരണ അവരൊക്കെയാണല്ലോ ഈ ഭായി ഭായി എന്ന് വിളിക്കുന്നത്. സാറേ, SP സാറ് വിളിച്ചില്ലേ സാറേ? വിളിച്ചു. പക്ഷേ ഈ കേസിൽ എന്താ ചെയ്യാൻ പറ്റുക? ഹോസ്പിറ്റൽ ആക്രമിച്ചതും പോലീസുകാരെ മർദ്ദിച്ചതും കുറ്റം. രണ്ടും നോൺ ബെയിലബിൾ ഒഫൻസാ. ജാമ്യം കിട്ടില്ല. നാളെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും. അതിനു മുമ്പ് ഹോസ്പിറ്റലുകാർ പരാതി പിൻവലിച്ചാ ഞങ്ങളും പരാതി വേണ്ടെന്ന് വെക്കാം. ആശുപത്രിക്കാർ പരാതി പിൻവലിക്കില്ല സാറേ. അയ്യപ്പൻകുട്ടി സാർ അവരെ വിളിച്ച് സംസാരിച്ചിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അയാളെ കാണുകയോ മറ്റോ വേണമെങ്കിൽ അതിനുള്ള സഹായം ഞാൻ ചെയ്തു തരാം. കാണണം സാറേ. ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. സാർ വാടോ, എണീറ്റ് വാടാ. മനസ്സിജം ഭായി, എന്തൊരു അബദ്ധാഭായി നിങ്ങൾ കാണിച്ചത്. ഒരു ആശുപത്രി കയറി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? മനഃപൂർവ്വമല്ല പിച്ചളെ, പറ്റിപ്പോയി. ഇങ്ങനെയൊന്നും ആകുമെന്ന് വിചാരിച്ചില്ല. അതൊക്കെ പോട്ടെ, എൻ്റെ കുട്ടുവിൻ്റെ വിവരമല്ലോ അറിഞ്ഞോ? വേറെ ബന്ധുക്കൾ വന്ന് വിളിച്ചോണ്ട് പോയി എന്ന് ആശുപത്രിക്കാർ പറഞ്ഞത്. എന്തോ ചതിണ്ട് ഭായി. ചതി ഒരുക്കിയത് വേറെ ആരുമല്ല, മതികലയാ. അവളുടെ നാടകമായിരുന്നു ഇതെല്ലാം. എനിക്ക് തോന്നി അവൾ പുറത്തിറങ്ങിയെന്ന് അയ്യപ്പൻകുട്ടി സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അയ്യപ്പൻകുട്ടി സാറിന്റെ ഭായി കണ്ടോ? എനിക്ക് സാറിനൊന്ന് കാണണം. തൽക്കാലം കാണാൻ നിവൃത്തി ഒന്നുമില്ല മനസ്സിലും ഭായി. സാർ എന്തൊക്കെയോ പരിപാടിയായിട്ട് മാറി നിൽക്കുക. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണെന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ കുറെ വഴക്കോ? എന്തിന്? കുട്ടിമണി പെങ്ങള് ആശുപത്രിയിലാണെന്നും ഓർമ്മ നഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ വിളിച്ച് പറയാത്തതിന്. അന്നേ പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ കൈവിട്ടു പോയില്ലായിരുന്നു എന്നാ സാറിന്റെ അഭിപ്രായം. അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പോയ ബുദ്ധി. ആകെ ഒരു സമാധാനമുള്ളത് കുട്ടുവിനെ ഉപദ്രവിക്കില്ലെന്ന് മതിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ടോ? കണ്ടു. എന്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചു. എന്റെ കുട്ടുവിനെ വേറൊരു കുട്ടിമണിയാക്കി എന്റെ മുന്നിൽ നിർത്തുമെന്ന് പറഞ്ഞു. ഞാൻ വേറൊരു റൂട്ട് കൂടി ആശുപത്രിയിൽ അന്വേഷിച്ചു. അവര് പറഞ്ഞത് കുട്ടിമണി പെങ്ങള് പുതിയ ബന്ധുക്കളെ തിരിച്ചറിഞ്ഞു. എന്നെ മോള് തിരിച്ചറിയാത്തവള് മതികലെ തിരിച്ചറിഞ്ഞു? അതെ.